മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുടക്കി അപകടത്തിൽപ്പെട്ട കപ്പലിലെ അവശിഷ്ടങ്ങൾ കണ്ടെയ്നറിനെയും മറ്റും അവശിഷ്ടങ്ങളിൽ കുടുങ്ങി വലകൾ നശിക്കുന്നത് വ്യാപകമായതോടെ മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ആലപ്പുഴ തീരത്തേക്ക് എത്തിയതോടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഭാഗത്തു നിന്ന് മാത്രം മത്സ്യബന്ധനത്തിന് പോയ 9 വള്ളങ്ങളിലെ വലകളാണ് ഇത്തരത്തിൽ നശിച്ചത്. ഇത് വല വീശുമ്പോഴത്തേക്കും ഇത്തരം അവശിഷ്ടങ്ങൾ കുടുങ്ങി വല കീറിപ്പോകുന്നതാണ് നാശനഷ്ടത്തിന് കാരണം. ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് കാരണം ദിവസങ്ങളോളം മത്സ്യബന്ധനത്തിന് പോകാൻ തൊഴിലാളികൾക്ക് കഴിയുന്നില്ല. വലിയ സാമ്പത്തിക നഷ്ടം ഈ വലകളുടെ വിലയായി നഷ്ടപ്പെടുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ അത് മത്സ്യ ഉൽപ്പാദനത്തെയും തൊഴിലാളികളുടെ ജീവനോപാധിയെയും എല്ലാം തന്നെ വലിയ രീതിയിൽ ബാധിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ തന്നെ 9 വള്ളങ്ങൾക്കുണ്ടായ നാശനഷ്ടം അത് ഏതാണ്ട് 1 കോടിയോളം രൂപ വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവർ ഏതൊക്കെ രീതിയിൽ പ്രതിസന്ധിയിലായി എന്നത് മത്സ്യത്തൊഴിലാളികളോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ ഈ നിരന്തരം ഇത്തരം നാശനഷ്ടം ആവർത്തിക്കുമ്പോൾ അത് നിങ്ങളെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുകയാണ്? ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലോൺ എടുത്താണ് ഇത് ഉണ്ടാക്കിയത്. 37 ലക്ഷം രൂപ ബറോഡ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞാൻ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. നമ്മളിത് പോയിട്ട് ഇതുപോലെ വലയറ്റ് പോവുക എന്നുള്ള ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതാവുക. ഞങ്ങൾക്കിപ്പോൾ 10-40 തൊഴിലാളികളുണ്ട്. ഇത് 10-20 ദിവസം വേണം, ഇത് ഇനി 10-12 ദിവസം വേണം ഇത് പണിത് കയ്യിൽ കിട്ടാൻ. അത്രയും ദിവസം ഞങ്ങൾ ഈ ജീവിതമാർഗത്തിൽ പോകുന്നൊരു പദ്ധതി ഇല്ലാതിരിക്കുകയാണ്. ഞങ്ങളുടെ പോകുന്ന ഇന്ധന ചെലവ് മുടക്കി പോകുമ്പോൾ ആ ഒരു മത്സ്യബന്ധനം പോലും നടക്കാതെ മടങ്ങി വരേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ മൊത്തം അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഞങ്ങൾക്ക് സീസണാണ് ഈ റോളിംഗ് നിരോധനം എന്ന് പറയുന്നത്. ആ ടൈമിനാണ് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിനാണ് ഈ വലയാറ്റ് പോകുമ്പോൾ നമുക്ക് ജീവിതമാർഗവും ഇല്ല, വീട്ടുകാരും ബുദ്ധിമുട്ടാണ്. മൊത്തം പൊതുവേ ഈ പ്രദേശം ഈ ആറാട്ടുപുഴ അഴീക്കലുമൊക്കെ ഈ ഇതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒത്തിരി സർക്കാർ സംവിധാനങ്ങൾ എന്തെങ്കിലും ഇതിന് നഷ്ടപരിഹാരം അങ്ങനെ വല്ലതും വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല, ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാർ സ്ഥാപനങ്ങൾ നമ്മൾ അപേക്ഷ കൊടുക്കാനുള്ള എല്ലാ ശ്രമത്തിലുമാണ് ഇപ്പോൾ എടുക്കുന്നത്. നമുക്കിത് അവരൊന്ന് തിരക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി തിരക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ ഒക്കുന്നത്. അല്ലാതെ അവർ വന്ന് തിരക്കുന്നതായിട്ട് നമുക്കൊന്നും ഒരു ഇതുമില്ല. ഇതിപ്പോൾ നിരന്തരമായിട്ട് 9-10 വള്ളങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ സംഭവിച്ച് എല്ലാവരും ഇങ്ങനെ കരക്കയറ്റി വെച്ചേക്കുകയാണ്. പണിക്ക് പോകാനൊക്കാത്തൊരു കണ്ടീഷനാണ്. അതാണിപ്പോൾ ഉള്ളത്. അതുതന്നെയാണ് ഈ നിരന്തരം ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് മത്സ്യബന്ധനത്തിന് പോകാൻ തന്നെ മത്സ്യത്തൊഴിലാളികൾ മടിക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറായിട്ടുള്ളവർക്ക് അതിന് വലയും മറ്റും പിന്നെ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് ആഴ്ചകൾ പിന്നിടുന്നു. അങ്ങനെ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്തതിനാൽ അവരുടെ വരുമാന മാർഗവും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ കീറിയ വലയെല്ലാം ശരിയാക്കി വീണ്ടും മത്സ്യബന്ധനത്തിലേക്ക് പോകുമ്പോൾ നിരവധി നിങ്ങളുടെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളല്ലേ നഷ്ടമാകുന്നത്. അതിനെന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ ഇല്ല, മറ്റൊരു പരിഹാരമാർഗം എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ കപ്പൽ കമ്പനികളിൽ നിന്നുള്ള നഷ്ടപരിഹാരം തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് നടപടിയായിട്ട് എടുക്കണം. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഉപകരണങ്ങളും എല്ലാം പോയവർക്കുള്ള നഷ്ടപരിഹാരം സർക്കാർ ഏതെങ്കിലും ശ്രമത്തിൽ നമുക്ക് കിട്ടാനുള്ള മാർഗം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഇനി ഈ വലയൊക്കെ റിപ്പയർ വരുമ്പോൾ കുറേ ദിവസങ്ങളെടുക്കും. അപ്പോഴത്തേക്ക് പണി നമ്മുടെ ഒന്നും ക്ലിയർ ആകത്തില്ല. അപ്പോൾ അതിനൊരു സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു വള്ളത്തിൽ എത്ര പേര് പോകാറുണ്ട്? അപ്പോൾ എത്രത്തോളം ഈ ഒരു വള്ളത്തിൽ മത്സ്യബന്ധനം തടസ്സപ്പെടുമ്പം തന്നെ എത്ര തൊഴിലാളികളുടെ കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്? ഞങ്ങൾ പോകുന്ന വള്ളത്തിൽ 50 ഓളം, 50, 60, 40 അങ്ങനെ വള്ളത്തിൻ്റെ വലുപ്പം അനുസരിച്ചുള്ളതാണ്. അതിപ്പോൾ ഈ ഒരു വല മെയിൻ്റെനൻസ് ചെയ്യാൻ തന്നെ 10-12 ദിവസം ആകുമ്പോഴത്തേക്ക് അത്രയും ദിവസം വേറെ തൊഴിലൊന്നും അതിന് മാത്രമായിട്ടിരിക്കണം. അപ്പോൾ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. അതുതന്നെയാണ് വലിയ നാശനഷ്ടമാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. ഇത് ഈ മത്സ്യമേഖലയെ മൊത്തം ബാധിക്കുന്നു. ഇതിന് അടിയന്തരമായ ഒരു പരിഹാരമാർഗം കാണുക, ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവനോപാധിക്ക് ഒരു പരിഹാരം, അവർക്ക് ഇപ്പോഴത്തെ ഈ പട്ടിണി വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു, ആ പട്ടിണി മാറ്റാനുള്ള അടിയന്തര സഹായം ലഭ്യമാക്കുക. പിന്നീട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കൂടി കണ്ടെത്തണമെന്നത് തന്നെയാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും വ്യക്തമാക്കുന്നതും.